ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഈസിയും ടേസ്റ്റിയുമായ ചെമ്മീൻ മൂപ്പിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഉണക്കച്ചെമ്മീൻ മൂപ്പിച്ചത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കൈപ്പിടി ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് തല കളഞ്ഞ് നന്നായി കഴുകിയെടുത്ത ഉണക്കച്ചെമ്മീനാണ്. ഇനി അതിലേക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ്. ഇതൊരു 10 മുതൽ 15 വരെ ചുവന്നുള്ളിയുണ്ട്. 6 മുതൽ 7 വറ്റൽമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 3 വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില. ഇനി ഈ ചുവന്നുള്ളിയും വറ്റൽമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒന്ന് ചതച്ചെടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ഉണക്കക്കൊഞ്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് നോക്കണം, ഒരുപാട് ആഡ് ചെയ്യരുത്, കാരണം ചെമ്മീനിൽ ഉപ്പിൻ്റെ അംശമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇപ്പോൾ ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കടായി സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ നിറമൊക്കെ നന്നായിട്ട് മാറി വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ മൂപ്പിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് നോക്കുക, എനിക്ക് ഉപ്പ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യുക. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് അങ്ങനെ ടേസ്റ്റിയായ ചെമ്മീൻ മൂപ്പിച്ചത് റെഡി ആയിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതും ഒരു മോരുകറിയും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഊണ് സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മീനൂസ് കിച്ചൺ ആർട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്